നമ്മളെ ഫസ്റ്റ് വ്ളോഗാണ്. നമ്മളെ മുഖ്യ അതിഥി ഫെബിനാസ് അവറുകളും അതേപോലെ തന്നെ അടുത്ത അതിഥി അഫ്താബ് അവറുകളുമാണ് നമ്മളെ കൂടെ ഉള്ളത്. അത് പരിപാടി എന്ന് പറഞ്ഞാൽ ഫെബിക്ക പറയുന്നത് മട്ടൻ മന്തി അടിക്കുക, ബീഫ് മന്തി അടിക്കുക എന്നെല്ലാം പറയുന്നുണ്ട്. ഏത് മന്തിയും കഴിക്കാം, ഏത് മന്തിയും കഴിക്കാം. പോലും പറയട്ടെ, ഇൻഫ്ലുവൻസറാണ് ഇത്. നമ്മളെ കൂടെ ഉള്ളത് ഇപ്പം ഒരു അറിയപ്പെട്ട ഇൻഫ്ലുവൻസറാണ്. അല്ല പടക്കന്നല്ല, പടക്കോ പോലത്തെ മീൻസ് അത്ര തെറിച്ച് നിൽക്കുന്ന ഒരു ഇൻഫ്ലുവൻസർ എന്നാണ്. ചെറിയ പ്രായത്തിൽ നിലത്തിരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാ ഈ ഞാനാടെ ഇരിക്കുമ്പോ എന്നെ പിടിച്ച് മാറ്റിട്ട് ഓനിക്ക് കംഫോർട്ട് കൊടുക്കുന്നു. അപ്പൊ ഓനെ പിടിച്ച് അപ്പുറം ഇരുത്തിയാ പോരാ. എന്താ നമ്മളെ യൂട്യൂബ് ചാനലിലേക്കുള്ള ഫസ്റ്റ് വ്ളോഗാണ്. എന്താണ് എനിക്ക് പറയാനുള്ളത്? എന്താ പറ, നീ പറ, നിന്റെ ഇഷ്ടം, എന്റെ ഇഷ്ടം. സിഗ്നേച്ചർ എല്ലാ ഫെബിനാസിന് ഇഷ്ടം, ഫെബിനാസിന് ഇഷ്ടം. നമുക്ക് ചിക്കൻ മതി, ചിക്കൻ മതി. ചിക്കനില് സ്പൈസിയിൽ വേണോ, സ്പൈസി കുറവുള്ളതാണോ? കുറച്ച് സ്പൈസി ഉണ്ടാവും, ജ്യൂസി ടൈപ്പാണ്. പിന്നെ നമുക്ക് ഷാർട്ടർ നോക്കാം, ഡ്രാഗൺ ചിക്കൻ എടുക്കാം. അതൊന്നുകൂടി താങ്ങാവും. അത് പാങ്ങാണ്, ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത് നല്ലതാണ്. റോയൽ മന്തി കിട്ടിപ്പോയത് കാണിക്കോ എടുത്തു. സ്പൈസി നല്ലതാണ്. എടുക്കല്ലേ, പൊളിക്കട്ടെ. സൂപ്പ് എല്ലാവർക്കും ഒന്നും കിട്ടിയാലും ഉപകാരമായിരുന്നു. അത് വേണം കുടിക്കാൻ. കുടിക്കും. പേഴ്സണൽ വീഡിയോഗ്രാഫർ എല്ലാവർക്കും അതേപോലത്തെ ഒരുത്തനാണ് നമ്മൾ അസീം എന്ന് പറയുന്നത്. എന്റെ വീഡിയോ നിങ്ങൾക്ക് എപ്പെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു? ഫുഡ് എടുക്കുന്നുണ്ട് പാവെന്ന് പറയുന്നില്ല. ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ബി പാത്തുവിന്റെ ഹസ്ബൻഡ് നമ്മളെ കൂടെ ഉണ്ട്. വൈഫ് ഇൻഫ്ലുവൻസർ ആണ്. സ്റ്റാൻഡേർഡ് ആവണെന്നാ. സ്റ്റാൻഡേർഡ് ഇതുവരെ ഫെബിനാസിന് കുറഞ്ഞിട്ടുണ്ടോ? കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ എന്നാ നിന്റെ അവസ്ഥ? കല്യാണം കഴിച്ചാൽ ഫുള്ള് ബിസിയാവും. പക്ഷെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നീ ബിസി ആയിട്ടുണ്ടായിട്ടേ? കഴിക്കുന്നതിന് നമുക്ക് എവിടെയും പോവാം. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മള് ജയിലിലിട്ടോല. ഞാൻ എന്താ മൈക്ക് മാറ്റി വെച്ചിട്ട് പറയുന്നു? മൈക്ക് ഇവിടെ വെക്കണം. നീ വൈഫിനെ പേടിച്ച് ജീവിക്കുന്ന ഒരാളാ? പേടിച്ച് ജീവിക്കുന്നതല്ല, പിന്നെ കുറെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും ലൈഫ്. അങ്ങനെ ആഫ്റ്റർ മാരേജ്. അപ്പൊ മംഗലം കഴിക്കണ്ടെന്നാ നീ പറഞ്ഞിരുന്നു? മംഗലം കഴിക്കണം. ആ ലൈഫ് വേറെ, മംഗലം കഴിയുന്ന മുന്നേ വേറെ. അങ്ങനെ. പക്ഷെ പെണ്ണ് കിട്ടാൻ വേണ്ടിട്ട് എന്താ വഴി? പെണ്ണ് കിട്ടാൻ ഇടക്കിടക്ക് നാട്ടിൽ പോവാ തപ്പ്. അല്ല, എനിക്ക് ഞാൻ പറയാൻ വേണ്ടി കാരണം നമുക്ക് നമ്മളൊരു ഇൻഫ്ലുവൻസർ ആണ്. പക്ഷെ ഇതുവരെ 42 വയസ്സാണ്, 25 വയസ്സുള്ള എന്നെ കണ്ടാ 42 നേരം പറയാം. താടി എടുത്താ തോന്നൂല. താഴെ എടുത്ത് തോന്നില്ല. ഒരു 30 അല്ല, താടി എടുത്ത ഒരു 30. ഇത് മറ്റേ കോട്ടിട്ട് പോകാൻ പറ്റും, കറവക്കാരുടെ ലുക്കൊക്കെ മാറി പറഞ്ഞ പോലെ. ഓ, നമ്മള് വണ്ടർഫുൾ മീൽസ്. ഇതാണ് മോനെ റോയൽ മന്തിത്തെ പ്രത്യേകത. പിന്നെ ഇങ്ങനെ കുടിപ്പിച്ച് തീറ്റിപ്പിച്ച് ഇങ്ങനെ വയറൊന്ന് ഇറക്കിപ്പിക്കും. സ്റ്റാർട്ടർ തിന്നാത്ത നമ്മളെ കൊണ്ട് സ്റ്റാർട്ടർ തിന്നിപ്പിച്ചു. സെയിൽസിന്റെ കഴിവാണ്. നീ നമ്മളെ കമ്പനിയിൽ വരുന്നോ? കമ്മീഷൻ അങ്ങനെ പറയല്ല, വീഡിയോ ഇടും. എന്താ ടേസ്റ്റ് ടോപ്പാക്കാം. അസീമിന് എന്താ പറയാ? അധികം മംഗലം വിവാഹത്തെ കുറിച്ച് ആലോചിക്കുന്നില്ലേ? 22 എന്റെ ഐഡിയ പ്രകാരം 22 ലോൺ എടുക്കുന്ന വീഡിയോന്റെ ക്വാളിറ്റി കണ്ടാലാ 22-ാം വയസ്സിൽ ഇങ്ങനത്തെ വീഡിയോഗ്രാഫർ എന്ന് പറയുന്നത് ഒരു അച്ചീവ്മെന്റും ഒരു സ്കില്ലും തന്നെ. അറിയില്ല എന്ന് പറയട്ടെ, വലിയ ആരെങ്കിലും ആയിരിക്കും. കളിക്കണ്ട തൊപ്പി പോലെ തട്ടടി പോയ പോലെ. നിങ്ങൾക്ക് എന്നെ മനസ്സിലായി? ഇതൊരു ഞാൻ ഫേമസ് ആണെന്ന്
ശിവനെ ഇവനിക്ക് അറിയില്ലാന്ന് പറയുമ്പോ ഇവൻ അനാൻഷാവും ഇവനെ തട്ടാടുകാരനും പോലെ ഇവൻ ഫേമസ് ആണ്. പരിചയപ്പെടുത്താനാ? നാളെ നീ വൈറലാന്നുണ്ടോ? ആ ഫോളോസിന്റെ പെരുമഴ അഫ്താബിനെ എങ്ങനെ പരിചയം അതെല്ലാം ഉണ്ടാവും. ആ എന്നിട്ട് ഒരു ദിവസം ഇവൻ എന്താക്കും അവന്റെ വീഡിയോയിൽ എന്നെ കൂട്ടിക്കൊണ്ടേയും ചെയ്യും. എന്നിട്ട് നിന്നെ കൊണ്ട് സ്ലോ മോഷൻ നടത്തിക്കും ഒരു പെണ്ണിന്. പെണ്ണുങ്ങൾക്ക് 21 ശിവന്റെ വൈഫിന്റെ വ്ളോഗ് അടിപൊളിയാണ്. നിങ്ങൾക്ക് കേരളത്തിൽ ആവശ്യപ്പെടുന്നത് വ്ളോഗറാ വൈഫ് അടിപൊളി വ്ളോഗാണ്. നമ്മളിങ്ങനെ പിച്ച വെച്ച് വരുന്നത്ര ഇതല്ല. സൂപ്പ് തണുക്കുമല്ലേ? എടാ ഞാനെടുത്ത ഫുഡ് ഞാനൊരു എൻ്റെ റൂമിലൊരു ചെറ്റയുണ്ട്. ആ ചെറ്റനോട് ഞാൻ പറയും എടാ ഇന്ന് ചിക്കൻ കഴിക്കണ്ട പച്ചക്കറി കഴിക്കാം. വേറെ ഓൻ എന്താക്കും അന്ന് ചിക്കനിലെ എണ്ണയിൽ ഇങ്ങനെ മുക്കിയിട്ട് മുകളിൽ ഇങ്ങനെ എണ്ണനെ കൊണ്ട് ഇങ്ങനെ എണ്ണ അടിച്ച് സാധനം കൊണ്ടുവരും. പക്ഷെ നീ നല്ലോണം മെല്ലിന് കേട്ടോ ഭക്ഷണം പക്ഷേ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് നമ്മളെ ഇസാഖ് അഫ്താബ്. നീ ഓനക്ക് യൂട്യൂബ് ഒന്നുമില്ല, ഇൻസ്റ്റാഗ്രാമില് ഫേമസ് ആണ്. ഓനെ നീ ഓന്റെ ഫേസ് ജസ്റ്റ് സ്കാൻ ചെയ്താൽ തന്നെ ഓന്റെ ഡീറ്റെയിൽസ് കിട്ടും. കാണുന്നില്ല ഷാനിയാ എന്താ? ഓ ഫോട്ടോ നോക്ക്. നീ മറ്റേ 30,000 ഫോളോവേഴ്സ് എത്ര പൈസ കൊടുത്താക്കി? 10,000. ഇതാ ഫോളോ ഒന്നും ചെയ്യണമെന്നില്ല കേട്ടാ. ഫോളോ മറ്റേ ക്രോണോഫിനെ ചെയ്താൽ മതി. കൂടി മോനെ എന്താ നമ്മളെ കൂട്ടാത്ത പണി അറിയപ്പെട്ട ബ്ലോഗറല്ലേ. ഡ്രാഗൺ ചിക്കൻ എന്ന് പറയുമ്പോൾ ഇത് പണ്ട് ഇതിന് ശരിക്കും ഒരു ഹിസ്റ്ററി ഉണ്ട്. ഇതിന് അത് ഹിസ്റ്ററി അങ്ങനെ ചെല്ലില്ല. ഞാൻ മുമ്പ് ചെറുപ്പത്തിൽ കഴിക്കുന്ന ഡാഡിയുടെ കൂടെ പോയിട്ട് ഇത് കാലത്ത് ചൈനയിലുള്ള ആൾക്കാർ ചിങ്ചാവ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവർക്ക് ഈ ചിക്കൻ കഴിക്കുന്ന സമയത്ത് അലർജി ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് ചിക്കനാന്ന് പറഞ്ഞിട്ട് എവിടെയും ഒന്നും സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള സമയം വന്ന സമയത്ത് ഒരു ഡ്രാഗനെ ഗുഹകളിൽ പോയി വേട്ടയാടി അതിനെ പിടിച്ചിട്ട് കൊന്നിട്ട് അതിൻ്റെ വാൽഭാഗത്ത് വരുന്നൊരു പോർഷൻ ഉണ്ട്, അത് മുറിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സ്ലൈസ് പോലെ ആക്കിയിട്ട് ഇത് തിന്നതിനെ രാത്രി പൊട്ടും. ജ്യൂസി മിൽക്ക് പോലെയാ. ഫെബിക്ക എന്ന് പറയുമ്പം 2022 ഡയറിയിൽ ആദ്യമായിട്ട് അവർക്ക് തണ്ടിത്തരിയുന്നു ഒന്നും അറിയണമെന്ന്. അപ്പോഴാണ് എൻ്റെ വേക്കുന്ന ഒരു തോളിൽ കയറി കൈ എന്താ ഇവിടെ അത്. ഞാൻ ആദ്യം വിചാരിച്ച് സലാഡ് വെച്ചപ്പോൾ കോഴിക്കോട് എന്ന് പറയുകയും ചെയ്തു. അപ്പൊ തോളിൽ കൈ വെക്കുകയും ചെയ്ത്. അപ്പൊ ആദ്യം ഞാൻ വേറെ രീതി പറഞ്ഞു കോഴിക്കോട് ആക്ഷേപിക്കുന്നല്ല. കോഴിക്കോട് എല്ലാവർക്കും ഒരു പുച്ഛ സംഭവം അങ്ങനെ അങ്ങനെയൊന്നുമില്ല. നീ വെറുതെ എന്റെ ഒരു വിവാദം ഉണ്ടാക്കാണ്. അപ്പൊ അങ്ങനെ വന്ന് അന്ന് കിട്ടിയ ബന്ധമാണ്. അപ്പൊ അന്ന് ഉണ്ടായത് ഒരു കള്ളിത്തുണിയും മറ്റേ നമ്മളെ ബംഗാളികൾ യൂസ് ചെയ്യുന്ന ഒരു മറ്റേ ഫുൾ കവർ ചെയ്ത തുണിയും ഒരു ടീഷർട്ട് ഇട്ടിട്ടുണ്ടായത്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ഒരു ലക്ഷപ്രഭു എന്ന് എന്റെ തോളിൽ വന്ന് ഇങ്ങനെ കൈവച്ചത്. അഹങ്കാരമില്ലാത്ത ലക്ഷപ്രഭു. മറ്റേ പാപ്പിയപ്പച്ചനില്ലേ കണ്ണിലുണ്ണിയാണ്. കണ്ണിലുണ്ടിയില്ല, കണ്ണിലുണ്ട് പൊരികല്ലേ. അതുകൊണ്ടാണ് ഡ്രാഗൺ എന്ന് പറയുന്നത്. ഈ ഡ്രാഗന്റെ വാലിന്റെ മീറ്റ് എന്ന് പറയുന്നത് ഭയങ്കര സ്പൈസിയായ മീറ്റ്. ഡ്രാഗൺ തീ തുപ്പും പോലെ. ഡ്രാഗൺ തീ തുപ്പുമ്പോൾ ഞാൻ മുന്തുപ്പും. സമാധാനമല്ല. അപ്പൊ നമ്മുടെ വാങ്ങി തരുന്നൂറ് കഴിച്ചൂടാ.
ഇത് എന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിട്ടാണ്. സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി നീ തിന്നുന്ന നമുക്ക് നല്ല മന്തി ഇട്ടിട്ടുണ്ട്. മന്തിക്ക് അടുത്ത നമ്മളിപ്പോ ഓൾറെഡി ഒരു 3 വാച്ച് ഫ്രീ ആയിട്ട് പാവപ്പെട്ട കൊടുക്കാൻ നല്ല കൺസെപ്റ്റ്. അത് ഓൾറെഡി ഇന്ന് 2 കൊടുത്തു, ഒന്നേ കൊടുക്കാൻ ബാക്കി. ഗീവല്ല പാവപ്പെട്ടാക്കി ഇന്ന് കൊടുത്ത് എന്താ വെച്ചാല് റെഡ് സാധനം ഗീവ കൊടുക്കണം. നീ എപ്പോഴത്തെ തൂണിലും തുരുമ്പിലും കഴിക്കാം. അപ്പൊ അതിന് മുമ്പ് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അടുത്തൊരു അടിപൊളി ഗീവ ഉണ്ടാവും. നമുക്ക് 2 ഒന്ന് കൊളാബ് ചെയ്ത് ഗീവ എടുത്താൽ മന്തിയാ. പിന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ നോമിഡിന്റെ അക്കൗണ്ടന്റ് ആയ ഫെബിക വടകര ഫ്രം തൈക്കുണ്ടിൽ തീരുമാനിച്ചാലും പക്ഷെ നമുക്ക് 2 ആളിന് ധാരാളം തോന്നുന്നു. ഇനി ഈ മന്തി കഴിച്ചിട്ട് നമുക്ക് എന്താക്കാം, നമുക്ക് മട്ടൻ അലർജി ആയതുകൊണ്ടാവും കേട്ടോ. അതുകൊണ്ട് നമ്മള് ചിക്കനിലേക്ക് മാത്രം ആക്കിയതാണ്. ഓൾറെഡി നമ്മള് ചിക്കൻ അങ്ങനെ ബാക്കിയുണ്ട്. ഓ റൈസ് ആരിക്കൂരി തെയ്യോ നമ്മളെ റോയൽ മന്തിയിലെ കലാകാരൻ. സബ്സ്ക്രൈബേഴ്സിനോട് നമ്മുടെ മെയിൻ ഒരാളെ മിസ്സായ ആളെ തലയില്ല. നമുക്ക് മറ്റേ അലിഞ്ചോസ് വരെ 2 സ്റ്റെപ്പ് സ്റ്റെപ്പ് ആണ്. ഇതാണ് റോയൽ മന്തിയിലെ ജാറിൽ പൈനാപ്പിൾ. ജാറൽ പൈനാപ്പിൾ. ഇതാണ് നിന്നു കെനി മുണ്ടയ ലുക്കേമത്ത്. നമുക്ക് ഫൈനൽ സ്റ്റേജിലെത്തി. പ്രോണോഫി എന്നുള്ള പേജ് എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാം. അത് 100 രാത്രി ഉറുമ്പ് പോയി ഫുള്ള്. പിന്നെ എങ്ങനെ ഉണ്ടായി മന്തി? എങ്ങനെ ഉണ്ടായി? അങ്ങനൊന്നും പിടിക്കല്ല കാലിക്കുപ്പി. മന്തിനെ പറ്റി പറയുകയാണെങ്കിൽ മന്തി ഇങ്ങനെയാണ്. ഇല്ല, ഞാൻ വളരെ ഡാറ്റ സാധാരണ നമ്മൾ കഴിക്കുന്നോണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായി. ലാസ്റ്റ് മന്തി വെച്ചിട്ട് ഒരാഴ്ച പറയുന്നത് മറ്റേ അമീൻ്റെ പോലെ എനിക്ക് ലാസ്റ്റ് മന്തി വെച്ചിട്ട് 1 വീക്കയോ 1 വീക്ക് നമ്മള് കഴിച്ച് 2 മാസമായി. നമ്മളെ മറ്റേ പുതിയൊരു പരിപാടി കൂടെ ഉണ്ട്. അതുണ്ട് ചെറ്റപ്പരിപാടി ഉണ്ടായി. ഇതാദ്യം കോഴിക്കോട് ചെയ്യുന്ന മെയിൻ പരിപാടി. പൂർണ്ണം എടുത്തിടുക എന്നിട്ട് കംപ്ലൈന്റ് ആക്കാം. എത്ര ഇപ്പം 8ാമതോ? നമ്മള് ഇന്നത്തെ മന്തി പരിപാടിയുടെ നിർത്താൻ വേണ്ടി പോയത്. യോ മോനെ, വാട്ട് എ ബിഗ് ഹ്യൂജ് സ്ലിം ബ്യൂട്ടി ഓൺലി. അപ്പൊ നമുക്ക് നാളെ ഇതുണ്ട് അവിടെ കാണാനേ. പിന്നെ ബില്ല് ചോദിച്ചില്ല. അപ്പൊ ഗായ്സ്, നമ്മൾ ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യുന്ന അടുത്ത വ്ളോഗ് വേറെ എവിടെയെങ്കിലും വെച്ച് കാണുന്നവരെ എന്താ പറയാ, നമ്മളൊരു പുതിയ പരിപാടി എടുക്കുന്നുണ്ട്. നമ്മള് ഈ വ്ളോഗ് ഇങ്ങനെ കമ്മിങ് സൂൺ. അക്കൗണ്ട് പേര് അങ്ങനെ 6 കോള് അപ്പോ ഇന്നത്തെ ഫുഡ് എന്നെ കൊണ്ട് കൊടുക്കാൻ വിടാതെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത ഫെബിനാസിന് അല്ലടാ ഒന്നായി ഞാൻ പറഞ്ഞവനോട് ഞാൻ കൊടുത്തോളാൻ പറഞ്ഞു. ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞപ്പോ ഓൻ എന്നെ വിടാത്തോണ്ടാണ്. അല്ലാണ്ട് ഞാൻ എന്റെ വക രീതിയിലാണ് നിങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവനെ തോപ്പിക്കും ഒരു തോന്നനെ ഇതുവരെ കിട്ടിയിട്ട് എനിക്ക്.
പക്ഷെ അന്ന് ചിക്കിറ്റന്ന് ആടെ കിട്ടിയെന്ന് നോക്കില്ല. പക്ഷെ അത് ചെറിയ എമൗണ്ട് ആയി പോയി. നമുക്ക് വലുതെടുക്കും പോടാ. അപ്പൊ അടുത്ത വ്ലോഗിൽ വീണ്ടും കാണുന്നവരെ എല്ലാവരും